കനായിലെ വിവാഹം വെച്ചിട്ട് ആ വീട്ടുകാർ ദുഃഖം മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ അമ്മ അവരുടെ കുറവുകൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ അത് പറഞ്ഞത് ഈശോയുടെ അടുത്ത് മാത്രം. മറ്റുള്ള കുറവുകൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നീ ആദ്യം പറയേണ്ടത് ഈശോയുടെ അടുത്താണ്. ആ ഈശോയാണ് നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുക. പത്രോസ് ഈശോയെ പഠിക്കാനായിട്ട് പടയാളികള് ഗെത്സമനിലേക്ക് കടന്നു വന്നപ്പോഴാണ് പത്രോസിന്റെ കയ്യിൽ വാളുണ്ടായിരുന്നു. ആ വാളൂരിയിട്ട് വെട്ടി ആ സൈനികന്റെ സേവകന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. പക്ഷേ ആ ചെവി ഛേദിച്ചു കളഞ്ഞിട്ട് അത് സൗഖ്യപ്പെടുത്താനായിട്ട് പത്രോസിനെ സാധിച്ചില്ല. പത്രോസിന് സാധിക്കില്ല. നമുക്കറിയാം, മുറിപ്പെടുത്താനായിട്ട് ഒത്തിരി എളുപ്പമാണ്, പക്ഷെ ഉണക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു ഉദാഹരണമാണ്, പത്രോസ് ചെവി ഛേദിച്ചു കളഞ്ഞപ്പോൾ ഈശോ അതെടുത്ത് സൗഖ്യപ്പെടുത്തി ചേർത്ത് വെച്ചു. നമ്മൾ പലരെയും മുറിപ്പെടുത്തിയിട്ടുണ്ടാവും. പലരെയും മുറിവുകൾ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും. അവയെല്ലാം ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകാനായിട്ട്, ക്ഷമിക്കാനും അനുഗ്രഹിക്കുവാനും ദൈവം നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ക്ഷമിക്കാനും അനുഗ്രഹിക്കുവാനും, ദ്രോഹിച്ചവരെ അനുഗ്രഹിക്കുവാനും നമ്മൾ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാനുള്ള കൃപ, അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്, അഭിഷേക. മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം കിട്ടില്ല. ദൈവമായി ചിന്തിക്കുമ്പോഴാണ്, ദൈവിക മനുഷ്യർക്കാണ് ക്ഷമിക്കാനും നമ്മൾ ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കുക. അപ്പോഴാണ് നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുക. നമുക്കറിയാം, നമ്മളെ ഓരോ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോഴും കർത്താവിൻ്റെ കുരിശും മരണം ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരവും ഭയാനകവും അതിക്രൂരവും പൈശാചികമാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ, മാനുഷികമായി ചിന്തിക്കുമ്പോഴാണ് അത് അനീതിയായിട്ട് മാറുന്നത്. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയില് അത് നീതിയാ, ദൈവത്തിന്റെ നീതി. ഇത് സംഭവിച്ചാലാണ്, കർത്താവിന്റെ കുരിശുമരണം സംഭവിച്ചാലാണ് ഇത് ദൈവത്തിന്റെ പദ്ധതിയായിട്ട് കർത്താവിന്റെ കുരിശുമരണം വഴി ഈ ലോകത്തെ പാപത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ശുദ്ധീകരിക്കാനായിട്ട് അവിടുത്തെ രക്തം ചിന്തിയാലാണ് അത് സംഭവിക്കുകയുള്ളൂ. അതാണ് ദൈവനീതി, ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതി അനുസരിച്ച് പരിശുദ്ധ അമ്മ ചിന്തിച്ചപ്പോഴാണ് അമ്മയ്ക്ക് ഇഞ്ചിഞ്ചായിട്ട് തല്ലി ചതയ്ക്കുന്ന ആ പടയാളുടെ ഭൃത്യന്മാരുടെയും ഒരു വെറുപ്പ് വിദ്വേഷവുമില്ല, മനസ്സുകൊണ്ട് പ്രാവുന്നില്ല. അമ്മയ്ക്കറിയാം, ഇത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയോട് ചേർന്ന് നിന്ന് തൻ്റെ തിരുക്കുമാരനെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കുണ്ട്. അമ്മ ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു. സഹരക്ഷകയായിട്ട് അമ്മ മാറി. നമ്മളും നമ്മുടെ സഹനങ്ങളിലെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും പരിശുദ്ധ അമ്മയെ പോലെ സഹരക്ഷകരായിട്ട് മാറും. നമ്മുടെ ജീവിതം ഈശോയുടെ പിഴാൻപതർ ചേർന്ന് വെക്കുമ്പോൾ നമ്മളും സഹരക്ഷകര ദൗത്യത്തിലെ പങ്കുചേരുകയാണ്. വിശുദ്ധ അൽഫോൺസ് അമ്മ പ്രാർത്ഥിച്ചതുപോലെ ആ രോഗത്തിൻ്റെ മൂർജിക്കുന്ന അവസ്ഥയിലും സഹിക്കാൻ പറ്റുന്നേക്കാളും അതിതീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും അൽഫോൺസ് അമ്മ പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു: കർത്താവേ,
ഈ വേദന മാറ്റിത്തരണമേ എന്നല്ല, ഈ രോഗം സൗഖ്യപ്പെടുത്തണമെന്നല്ല പ്രാർത്ഥിച്ചത്. അങ്ങയുടെ പിടാനുഭവത്തോട് ചേർന്നിരിക്കാനായിട്ട്, അങ്ങയുടെ പിടാനുഭവത്തിന്റെ സഹരക്ഷകയായിട്ട് എന്നെ മാറ്റുവാനായിട്ട് എൻ്റെ ഈ രോഗത്തെ മൂർച്ഛിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അൽഫോൺസമ്മ ദൈവികമായി ചിന്തിച്ചത് കൊണ്ടാണ് അൽഫോൺസമ്മയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചത്. ജീവിത പ്രശ്നങ്ങള്, ദുഃഖങ്ങള്, പ്രയാസ രോഗങ്ങള് മാറിപ്പോകാനല്ല, കർത്താവിന്റെ പിടാനുഭവത്തോട് ചേർന്നിരിക്കാനായിട്ട്, അവിടുത്തെ സഹരക്ഷകരായി മാറുവാനായിട്ടാണ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അൽഫോൺസമ്മ അസുഖം മാറാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിലേ, ദൈവം രോഗസൗഖ്യം കൊടുത്തു കഴിഞ്ഞാലേ ഇന്ന് കത്തോലിക്ക സഭയ്ക്ക്, ഭാരത സഭയ്ക്ക്, കേരള സഭയ്ക്ക് ഒരു വിശുദ്ധയെ ലഭിക്കില്ല. നമ്മളെല്ലാവരും അൽഫോൺസമ്മയെ പോലെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്കായിട്ട് ഓരോ രക്ഷാകര ദൗത്യങ്ങള്, സഹനത്തിന്റെ രക്ഷാകര ദൗത്യങ്ങള് ഏൽപ്പിച്ചു തരുമ്പോൾ അത് തട്ടിക്കളയാനല്ല, മാറിപ്പോകാനല്ല, മറിച്ച് വിശുദ്ധമായി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. ആ വിളിയോട് വിശ്വസ്തപൂർവം ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും നിത്യജീവിതത്തിന് നിത്യരക്ഷ പ്രാപിക്കാനായിട്ട് ദൈവം നമ്മെ ഒരുക്കിയെടുക്കാം. അതിനായിട്ട് അമ്മയോട് ചേർന്ന്, വിശുദ്ധ അൽഫോൺസമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിത സാധനങ്ങളെ ഈശോയെ അങ്ങോട്ട് കുറച്ചുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ മനുഷ്യരായിട്ട് മാറ്റുവാനായിട്ട്, ഒരു രൂപാന്തരീകരണം വരുത്തുവാനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അമ്മയോട് ചേർന്ന് നമുക്ക് നിമിഷം രണ്ട് കരങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മശക്തിയാൽ കരുത്തേകനെ വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ ഫലമേകണേ. കരങ്ങളടിച്ച് തെളിച്ച് ഫലമേകീരണേ ആത്മാവേ, വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് ഇളവെടുത്തീരണേ ആത്മാവേ, ഇളഭൂമിയിൽ ചാലു തെളിച്ച് ഫലമേകീരണേ ആത്മാവേ. ആത്മമറിയാൻ മനച്ചിരണേ, ആത്മശക്തിയാൽ കരുത്തേകണേ, ആത്മമറിയാൻ മനച്ചിരണേ, ആത്മശക്തിയാൽ കരുത്തേകണേ. ഇളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ ഫലമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നീക്കാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നന്നല പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ, പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിയിടാൻ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. വിൺമഴ പൊഴി
ആത്മശക്തിയാൽ കരുത്തേകണേ, ആത്മമാരിയാൽ നനച്ചിടണേ, ആത്മശക്തിയാൽ കരുത്തേകണേ, വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ ഫലമേകണേ, വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നിൽപ്പാൻ കൃപയേകണേ, ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നീട, വീതകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിയിട, ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ, ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ, ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ, ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ഇരിക്കട്ടെ. യേശുവേ, യേശുവേ. കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ച പ്രകാരമാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഈശോയുടെ ആദ്യത്തെ പ്രാർത്ഥന മാനുഷികമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈശോ മനുഷ്യനും ദൈവവുമാണെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമാണിത്. മാനുഷികമായിട്ടുള്ള പ്രാർത്ഥന. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. കർത്താവേ, എൻ്റെ ജീവിത പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ, തടസ്സങ്ങൾ, എനിക്കെതിരെ വിമർശനം പറയുന്നവരെ മാറിപ്പോകട്ടെ, എൻ്റെ രോഗങ്ങൾ മാറിപ്പോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിപ്പോട്ടെ, പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോട്ടെ. മാനുഷിക പ്രാർത്ഥന. യേശു ശരിക്കും അത് കാണിച്ചിരുന്നത് നമ്മളെങ്ങനെയാണ് ഈ മാനുഷിക പ്രാർത്ഥന എങ്ങനെയാണ് ദൈവിക പ്രാർത്ഥനയായിട്ട് മാറ്റേണ്ടത് എന്നാണ് യേശു നമുക്ക് കാണിച്ചിരുന്ന പ്രാർത്ഥന. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ആണ് ദൈവിക പ്രാർത്ഥന. കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക, ഈശോയിലേക്ക് മാത്രം നോക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് പ്രകാരം, അച്ഛാ, ആരെ നോക്കിയിട്ടും ഒരു കാര്യമില്ല, നമ്മൾക്ക് നന്മ ചെയ്തവരൊക്കെ ആ സമയത്തുണ്ട്. അഭിപ്രായം പറഞ്ഞത് എങ്ങനെയാ? ഒത്തിരി നന്മ ചെയ്തവരാ, ഒത്തിരി സഹായം കൊടുത്തവരാ. 10 പ്രാവശ്യം കൊടുത്തു, 15ാമത്തെ പ്രാവശ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വായിലേക്ക് എന്ത് തെറിയൊക്കെ ഞാൻ കേൾക്കേണ്ടതെന്ന് വെച്ചാ. പത്ത് പ്രാവശ്യം കിട്ടിയപ്പോൾ 15ാമത് കിട്ടാണ്ടായപ്പോൾ പരിഭവമായി, പരാതിയായി. അതുവരെ 10 പ്രാവശ്യം കിട്ടിയതോർത്ത് നന്ദി പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം കിട്ടാതെ വരുമ്പോഴാണ് കിട്ടിയതിനെ കുറിച്ചിട്ടുള്ള ആ ഒരവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരനുഭവത്തിലൂടെ, കിട്ടാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുക. എല്ലാ പരീക്ഷയിലും ജയിച്ച് ഒന്നാമായി നിൽക്കുന്നവന് തോൽവിയുടെ വേദന അറിയില്ല. ഒരു പ്രാവശ്യം തോറ്റു കഴിയുമ്പോഴാണ് ആ തോൽവിയുടെ വേദന അവൻ അനുഭവിക്കുക. ആ വേദനയിൽ നിന്നും ഉയർന്നു വരുമ്പോഴാണ് അവൻ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കയറിപ്പോരാ.
അതൊരു സ്ട്രഗിളാ, ഒരു സംഘർഷ. അതിജീവിക്കാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് അതിജീവിക്കുന്ന ശക്തിയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഈശോ കുരിശുമരണത്തെ കുറിച്ച് ഓർത്ത് മാനുഷികമായി ചിന്തിച്ചപ്പോഴാണ് രക്തം വിയർത്തത്. മാനസിക വ്യഥ, സംഘർഷാവസ്ഥയാണ്. ആത്മാവും ശരീരത്തിന്റെ പ്രവണതയും ആത്മാവും നമ്മളെ പിടിവലിയാണ് അവിടെ. പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കാനുള്ള പിടിവലി. ലോകത്തിൻ്റെതായ അവസ്ഥ നമുക്ക് ചിന്തിച്ചു നോക്കാം. അത് വിട്ട് പരിപൂർണമായിട്ട് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു പിടിവലി. ഈശോ പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടിയിട്ട് നോക്കാൻ, ഈശോയിലേക്ക് നോക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ. നമ്മൾ പലപ്പോഴും നോക്കുന്നത് ഈശോയിലേക്കല്ല, സൈഡിലേക്കാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഇടവക, എൻ്റെ എവിടെയൊക്കെ എനിക്ക് ഇങ്ങനെയാണോ, ഞാൻ സേഫ് സോണിലാണോ, കംഫർട്ട് സോണിലാണോ, എനിക്ക് സന്തോഷമായി. അതില്ലാണ്ട് വരുമ്പോഴാണ് ആ കംഫർട്ട് സോൺ മാറി, ആ സേഫ് സോൺ മാറി തിക്താനുഭവത്തോടെ കടന്നു പോകുമ്പോഴാണ് ടെൻഷനായി, ഡിപ്രഷനായി, അമിത ദുഃഖമായി, ഭാരമായി, നീ ജീവിക്കണ്ട, മടുത്തു. മറിച്ച് നീ ഈശോയിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും നിന്നെ അലട്ടുന്നില്ല. ഭർത്താവാ, ഭാര്യ, മക്കളാ, അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷത്തിൽ നമ്മൾ കടന്നു പോകും. മക്കളെ ആശ്രയിച്ച് മക്കളെ കഷ്ടപ്പാടൊക്കെ വളർത്തി കഴിഞ്ഞ് ഒരു ചെറിയ വേന കിട്ടുമ്പോൾ അതോടുകൂടി തളർന്നു പോകും, താഴെ പോവും. അതാണ് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടത്. പത്രോസ് വെള്ളത്തിന് പോയി നടന്നു ഈശോയെ നോക്കിയിട്ട്. അതവന്റെ ജീവിതത്തിലെ അത്ഭുതത്തിന്റെ നിമിഷങ്ങളാണ്. നമുക്കറിയാം, മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വെള്ളത്തിന് പോയി നടക്കാൻ പറ്റില്ല. പക്ഷേ ഈശോയുടെ കൈ പിടിച്ച്, ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടായുണ്ട്. ഭയപ്പെട്ടില്ല. ഈശോയിലേക്ക് നോക്കി ഭയമില്ലാതെ മുന്നോട്ട് നടന്നു. പകുതി വെച്ചിട്ട് പത്രോസ് താഴേക്ക് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, കഴിഞ്ഞു, താഴെ പോയി, വെള്ളത്തിന് അടിയിലേക്ക് താന്നു പോയി. നമുക്ക് പലപ്പോഴും പറ്റുന്നത് അങ്ങനെ. നമ്മൾ ഭർത്താവിൽ ആശ്രയിക്കും, ഭാര്യയിൽ ആശ്രയിക്കും, മക്കളിൽ ആശ്രയിക്കും, നമ്മുടെ സഹോദരങ്ങളിൽ ആശ്രയിക്കും, സമ്പത്തിൽ ആശ്രയിക്കും. ഒത്തിരി ആശ്രയം വയ്ക്കുന്നത് മറ്റു പലതില്ല. അത് മാറ്റിയിട്ട് ഈശോയിൽ നീയെ ആശ്രയം വെക്കണം. അപ്പൊ നീ ഒരിക്കലും പരാജയപ്പെടില്ല. ഈശോ നിന്നെ പരാജയപ്പെടുത്തില്ല. അതാണ് സത്യം. ഇതിനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറി പുതിയ വ്യക്തികളായിട്ട് പുതിയ രൂപാന്തരീകരണം നമ്മളെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നും നമ്മളെ യേശില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ ബാധിക്കും. മാനസികമായിട്ട് ശാരീരികമായിട്ട് ബാധിക്കും. അത് ആത്മാവിനെ ബാധിക്കും. പ്രാർത്ഥിക്കാൻ പറ്റില്ല, പള്ളിയിൽ പോകണ്ട, കുമ്പസാരിക്കണ്ട, ഒക്കെ ബാധിക്കും. ആത്മീയമായിട്ടൊക്കെ ഇതിലും ബാധിക്കും. അനുബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തോടു കൂടിയിട്ട് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ നീറുന്ന നിമിഷങ്ങളിലേക്ക് യേശു കടന്നു വരുവാനായിട്ട്. ഓരോ ഗെത്സമനി അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോ ഗെത്സമനി അനുഭവത്തിലൂടെ നമ്മൾ നീറി പുകഞ്ഞ് രക്തം ഉയർക്കുന്ന അവസ്ഥയിലൂടെ നീ കടന്നു പോകുമ്പോൾ നിരാശയല്ല, പ്രത്യാശയാണ് നിനക്ക് വേണ്ടത്. കുരിശിൽ കിടന്നിട്ട് ഈശോ, ഇതാ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന് ആ കുരിശിൽ കിടക്കുമ്പോഴും ഈശോയുടെ മാനുഷികമായിട്ടുള്ളൊരു പ്രാർത്ഥന വീണ്ടും പൊന്തി വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു?
എൻ്റെ നിലവിളിയിലും പ്രാർത്ഥനകളും അങ്ങ് ശ്രവിക്കുന്നില്ലല്ലോ. ഈശോ ചോദിച്ചതുപോലെ നമ്മളും ചോദിക്കുന്നുണ്ട്, ഈശോയെ ഞാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാം, കേൾക്കുന്നില്ലല്ലോ എന്നുള്ളത്. എൻ്റെ കണ്ണീര് അവിടുന്ന് കാണുന്നില്ലല്ലോ. പിതാവായ ദൈവം കാണുന്നുണ്ട്. പക്ഷേ ഈ കണ്ണീര് കൊണ്ട്, ഈ കുരിശുമരണം കൊണ്ട് ഒരു ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ സാധിക്കുമെന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പരിപൂർണമായിട്ട് സമർപ്പണം. പിതാവേ, ഇതാ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ആ സമർപ്പണത്തിൻ്റെ ദിവ്യ നിമിഷങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ വലിയ ആഴ്ചയോടെ നമ്മൾ കടന്നു പോകുന്നത്. പിന്തിരിഞ്ഞ് ചിന്തിക്കാനും നല്ല ഓർമ്മകളിലേക്ക് മുറുകെ പിടിക്കാനും ചിന്തകൾ അഭിഷേകമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കണം. ഇതിനായിട്ട് നമുക്കൊരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തോത്രം. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വസ്ത്ര കാഴ്ചകൾ നമുക്ക് നിമിഷം കയ്യിലെടുത്ത് പിടിക്കാം. പിതാവിന്റെ കൊച്ചു കാഴ്ച പോലെ ഈ സ്വസ്ത്ര കാഴ്ചകൾ ദൈവസന്നിധിയിലെ മഹത്വമുള്ള തീരുവാനായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട്, നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഈ സ്വസ്ത്ര കാഴ്ചകൾ ഈശോയെ ഈ സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിക്കുമ്പോൾ അത് ഇവരിലേക്ക് തന്നെ തിരിച്ച് നൂറിരട്ടിയായിട്ട് അഭിഷേകമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് നിമിഷം സ്വസ്ത്ര കാഴ്ച എടുത്ത് ബക്കറ്റ് പാസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് സ്വസ്ത്ര കാഴ്ച നിക്ഷേപിക്കണമെന്ന് പ്രത്യേകമായിട്ടും സമർപ്പിക്കുകയാണ്. സമർപ്പണം പ്രാർത്ഥിക്കും.
എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ഒരിക്കൽ കൂടി നമുക്ക് എഴുന്നേറ്റൊന്ന് രണ്ട് കരം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സമാപന ആശീർവാദനായിട്ട് നമുക്ക് മുട്ടമേ നിൽക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന ആരാധന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.